നോക്കി നിൽക്കാതെ ചേച്ചി എന്ന് പറ. ഇപ്പൊ തന്നെ വേണോ മാലതി? വേണം, ഇല്ലെങ്കിൽ കോളനിക്കാർ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. എന്റെ യൂറിൻ ബാഗ് കലങ്ങിയെന്ന് തോന്നണത്. കലങ്ങിയതല്ലേ ഉള്ളു, എന്റേത് പൊട്ടി. ഒന്ന് നിന്നേ. അതെ, അടിക്കടി ഇവിടെ റൗഡികൾ വന്ന് അടിയും ബഹളമൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. അല്ല, ഒരു കോളനിയാവുമ്പോ ഇടയ്ക്ക് ഒരു അടിയും പിടിയില്ലെങ്കിൽ എന്താ രസമുള്ളത്? നിങ്ങൾക്കത് രസമായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അന്നൊരിക്കലും ഒരു പീര പെണ്ണ് വന്നു, ഇന്ന് കുറെ കുണ്ടകളും. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി ഉണ്ടാകാതെ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, വീട് ഒഴിഞ്ഞു തന്നേ പറ്റൂ. ഞങ്ങള് പുതിയ വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ കൊടുത്തിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ പണി തുടങ്ങും. പണി തീർന്ന ഉടൻ അങ്ങോട്ട് മാറിക്കോളാം. എവിടെ വീട് വെക്കുന്നേ? സ്ഥലം വാങ്ങാൻ ലോണിന് അപ്ലൈ ചെയ്യാൻ പോവാ. എന്നാ പിന്നെ വീട് പണി കഴിയുന്നവരെ ക്ഷമിക്കല്ലേ? ഈ ചേച്ചി ഒരു പൊട്ടി തന്നെ. ഇതൊക്കെ വെറും കള്ളത്തിൽ വന്നു മനുഷ്യരെ പറ്റിക്കാൻ നടക്കുന്നു. കൊള്ളാം, പടമേടിച്ച് പന്തളത്തെ വന്നപ്പോ പന്തളം തങ്കപ്പന്റെ ഗാനമേള. വീട് മാറണമെന്ന് ഇടി കിട്ടിയപ്പോ മുതലൊരു മൂത്രസംഖ്യ ഞാൻ അല്പം ഒഴിച്ചിട്ട്. അയ്യോ, എന്താ, എന്തു പറ്റി? ഏമ്പക്കം പെട്ടെന്ന് വീട് മാറെന്ന് പറഞ്ഞപ്പോഴുണ്ടായ ടെൻഷൻ കൊണ്ടുണ്ടായ ഗ്യാസ് ട്രബിളാ. കഷ്ടം, ആസ്ഥാനത്തും വല്ലതും അടി കൊണ്ട് കാണും. തൽക്കാലം നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് മാറി നിൽക്ക്, അല്ലെങ്കിൽ അവൾ ഇനിയും കൂവും. വായ ഞെക്കി പിടിക്ക്. മൊത്തത്തിൽ ഞെക്കി പിടിച്ചിരിക്കാ, നോക്ക്. ഇനി ഞെക്കി ഇവളെ ഇനി കോളനിക്കാര് കണ്ട കെട്ടും കിടക്കെടുത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അയ്യോ, എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് കടത്ത്. നമുക്ക് ഇവിടെ അകത്ത് കഴിയാം. അത് അപകടമാ. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്ന കേസാ. തിരിച്ചങ്ങോട്ട് എത്തിച്ചില്ലെങ്കിലേ പോലീസും പട്ടാളൊക്കെ ഇവിടെ എത്തും. ശവം പിടിച്ച് കടിക്കണു. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. എന്ത് ചെയ്യാനാ? നീ കടിക്കൊള്ളു. തൽക്കാലം നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് മാറി നിൽക്ക്. എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അവിടെ സമാധാനിപ്പിച്ചോളാം. എന്നിട്ട് വഴിയുണ്ട്, നീ ഒരു ചാക്ക് പിടിച്ചോണ്ടോ. ആക്രി കച്ചവടം തുടങ്ങാൻ. സുഭദ്രാമച്ചേ, സുഭദ്രാമച്ചേ, എന്താ ഈശ്വര? വലിയ ചാക്കുണ്ട് ഒരെണ്ണെടുക്കാൻ. എന്തിനാ ഈശ്വര? അത് ഈ കൊല. കൊലയോ? അല്ല, വലിയൊരു നേന്ത്രക്കൊല കിട്ടിയേ. ഞങ്ങളുടെ കമ്പനിയിലെ ബോസിന് കൊടുക്കാനാ. സാധാരണ ചാക്കിൽ കൊള്ളില്ല. വലിയൊരു ചാക്കുണ്ട് എടുക്കാൻ. അഞ്ജലി എന്തിനാ അവിടെ നിന്ന് ചാടി പോകുന്നത്? അയാളുടെ ആൾക്കാർ എന്നെ പിടിക്കാൻ വരും. ഞാൻ സണ്ണിച്ചെന്നെ വിട്ടു പോവില്ല. ഇവന്മാരും കള്ളന്മാരാ. എല്ലാരും കൂടി എന്നെ കൊല്ലും. അഞ്ജലി ആരും ഒന്നും ചെയ്യില്ല. ഈ കുഞ്ഞമ്പൂ ഈശ്വരനൊക്കെ വെറും പാവങ്ങളാ. സണ്ണിച്ചൻ എന്നെ ഇഷ്ടല്ലേ? പിന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ട. സണ്ണിച്ചൻ എന്ത് പറഞ്ഞാലും അഞ്ജലി കേക്കില്ലേ? കേക്കാം. ഐ ലവ് യു എന്ന് പറ. ഐ ലവ് യു. എന്റെ പൊന്നു സണ്ണിച്ചൻ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാം. അതാ വന്നല്ലോ, ചാക്ക് വന്നല്ലോ. ഇനി എന്റെ പൊന്നുമോളി ചാക്കിനകത്തോട്ട് കയറിക്കേ. അങ്ങനെ ഇനി ഞങ്ങൾ അഞ്ജലിയെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കും. പക്ഷെ ആശുപത്രി എത്തുന്നവരെ ചാക്കിനകത്തുനിന്ന് ഒരു ശബ്ദം പോലും കേട്ടു പോരുത്. കേക്കുവോ? ഇല്ല. ഇവിടെ ഞാൻ തന്നാ മതിയോ? നോക്കിയേച്ചി, ഈശ്വരൻ പറഞ്ഞപ്പോ ഇത്രയും കരുതിയില്ല. ഇതിപ്പോ 3 പേര് പിടിച്ചിട്ട് പൊങ്ങണില്ല. വാ, നമുക്ക് നോക്കാം. സണ്ണിച്ച, അയ്യോ കർത്താവേ, തന്നെ വിളിക്കണു. പൊന്നുമോളെ മിണ്ടല്ലേ. ഒന്നോടെ പൊന്നുമോളെന്ന് വിളിച്ചേ. മിണ്ടല്ലേ നല്ലടി പറഞ്ഞത്. പൊന്നുമോളെന്ന് വിളിക്കേ. പൊന്നുമോളെ, പൊന്നുമോളെ. ആ കള്ളന്മാരെ കൊണ്ട് എന്നെ പിടിപ്പിക്കരുത്. സണ്ണിച്ചൻ തന്നെ പിടിച്ചാ മതി കേട്ടോ. അവിടെ പിടിക്കില്ല, അത് വായല്ല. പിന്നെ എന്ത് പറ്റി? കൊല പഴുത്തു പോയോ? കൊല വല്ലാതെ പഴുത്തിരിക്കുക. പലപലാന്നിരിക്കുന്നു. കൊല വല്ലാതെ പഴുത്ത് തുടുത്തിരിക്കുന്നുണ്ടാ മോളെ. ഇത്ര വലിയ നേന്ത്രക്കൊല എവിടെ നിന്ന് കിട്ടി? ഒന്നാഴ്ച ഞങ്ങളും കൂടെ കാണട്ടെ. ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. കെട്ടിയവനടിക്കാനും പറ്റില്ല. പറഞ്ഞ വാശിക്കാണോ ഞങ്ങളെ കാണിക്കാത്തത്? അയ്യോ, അതെന്ത് ചേച്ചി അങ്ങനെ പറയണേ? ഇതുപോലൊരു കൊല ചേച്ചി കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നാളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ണിച്ചാ കൊല കൊടുക്കണേ. പിന്നെ സണ്ണിച്ച, നമ്മളിപ്പോ എവിടെ എത്തി? നമ്മളിപ്പോ നരകത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുക. ഇപ്പൊ അകത്തോട്ട് കയറും. ഇപ്പൊണ്ടാരം നമ്മളെയും കൊണ്ടേ പോകുന്ന തോന്നുന്നു. ഈശ്വര, ഒരു വണ്ടി വിളിക്കണോ? ഒരു പോലീസ് ജീപ്പറിന്. അയ്യോ, അതിന്റെ പുറയിൽ ആരുമില്ല. സുഖമായിട്ട് കെട്ടിക്കൊണ്ട് പോയായിരുന്നു. വർത്താനം പറയുന്നു. ദേ നിന്നു. ഇങ്ങോട്ട് വരുന്നു. മിസ്റ്റർ സണ്ണിയല്ലേ? അതെ. ഔറാജിന് ഞാനിപ്പോ കണ്ടു പിരിഞ്ഞതേ ഉള്ളൂ. മാരേജിന്റെ കാര്യമൊക്കെ സംസാരിച്ചു. കൺഗ്രാജുലേഷൻ. താങ്ക് യു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. എങ്ങോട്ടാ?
ഞങ്ങൾ കരുനാലെ ആശുപത്രി വരെ പോവാ. ആക്കാ പ്രശ്നം? പ്രശ്നം ഞങ്ങൾക്കല്ലേ ചാക്കിനകത്ത്. ചാക്കിനകത്തും പ്രശ്നമല്ല, പ്രസന്റ്. ഡോക്ടർക്ക് ഒരു പ്രസന്റ് കൊടുക്കാൻ വേണ്ടി പോവാ. ഒരു ഏത്തക്കൊല. ഡോക്ടർ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാണ്. ആഹാ, ഞാനും അങ്ങോട്ടാ. അവിടുത്തെ ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആന്ന് പറഞ്ഞ് ഡോക്ടർ സാമുൽ വിളിച്ചിരുന്നു. പ്രസന്റ് വണ്ടിയിലോട്ട് കയറ്റിക്കോ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞങ്ങൾ നടന്നോളാം. ഒരു എക്സസൈസ് ആകുമല്ലോ, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. ചാക്ക് ചൂന്നാണോ എക്സസൈസ്? അവറാച്ചന്റെ മരുമനെ വഴിയിൽ വിട്ടിട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ നമ്മളെ ബന്ധാതാ. ആകര് ഞങ്ങൾ കയറ്റിക്കോളാം, ഞങ്ങൾ കയറ്റിക്കോളാം. മുഴുവൻ എനിക്ക് തരാതെ. ജലദോഷ. ഓക്കെ മിസ്റ്റർ സണ്ണി, ഞാൻ ഡോക്ടർ ഒന്ന് കണ്ടേ. See you. പോയി കാണാം. താങ്ക് യു. ദൈവം ഒച്ചെടുത്ത് കുളമാക്കല്ലേ മോളെ. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. പിടിച്ച വകുപ്പ് വേറെയാ. വിസ്തരിച്ചിരിക്കാതെ നട, ഭയങ്കര വെയിറ്റ്. ഏത്തക്കൊല്ല തൊടമുള്ള സൈസാണല്ലോ. നാടനോ പാണ്ടിയോ? മാർവാടി അങ്ങനെ ഒരു ഇനമുണ്ടോ? അത് ഉത്തരേന്ത്യൻ വിത്താ. അജയൻ, സാർ. ഒരു ട്രോളി ചോദിച്ചാ. മിസ്സായ പേഷ്യന്റിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇതുവരെ ഇല്ല സർ. ഡോക്ടർ സാമുൽ 9ാം വാർഡിലുണ്ട്. സിസ്റ്റർ ഒന്ന് കാണിച്ചു കൊടുക്കൂ. വരൂ. കെട്ടഴിച്ച് പുറത്തുവിടാ. ഇനി ചുമക്കാൻ വയ്യ. വായ തുറന്നാ വിഡിത്തെ പറയൂ. ഡോക്ടർ റൂമിലൂടെ ആയിരിക്കാം. അല്ല, അവറാച്ചന്റെ മരുമോനി കൊല ചുമക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൊലയല്ലേ സാർ, ചുമന്നല്ലേ പറ്റുള്ളൂ. ചുമക്ക് ചുമക്ക്. ഒരിക്കൽ കൂടി പറയൂ സാർ. തൂക്കി തൂക്കി തോള് തൂങ്ങി. നീ മോളിൽ ചെന്ന് രക്തം പായുടെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. കൊല കൊണ്ടിരുന്ന കാര്യം ഡോക്ടറോട് പറഞ്ഞേക്ക്. ഡോക്ടർ, ഡോക്ടർ, സാമുൽ ഡോക്ടർ ഇല്ലേ? ഹായ്. അമ്മേ. മെല്ലെ മെല്ലെ മെല്ലെ. എന്ത് ഇവന് മട്ടായോ? അയ്യോ, ഈ കണക്കിന് പോയി നമുക്ക് എല്ലാവർക്കും വട്ട് പിടിക്കും. നീ കാര്യം പറ. ഇപ്പൊ ഇതും കൊണ്ട് അങ്ങോട്ട് പോണ്ട. പോയാലെന്താ? അവിടെ മറ്റവളുണ്ട്. മറ്റവളോ? ഏതവള്? മറ്റവള് മറ്റവളല്ല, പിന്നെ ആ സോണിയ. എന്താ ഇത്? അതൊരു കൊലയാ. ഡോക്ടർക്കുള്ളതാ. അവളെ ചികിത്സിക്കുന്നതിന് ഡോക്ടർക്ക് കാഴ്ച വെക്കാൻ കൊണ്ടുവന്നതായിരിക്കും ഇത്, അല്ലേ? അല്ല, ഒരു കാഴ്ച. എന്താ അച്ഛന്റെ നാവിറങ്ങിപ്പോയോ? നാവിറങ്ങിപ്പോയോന്ന്? അച്ചോ, ഞാൻ ഇവനെ ഒന്ന് ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞു ഒരാഴ്ച ജലപാനമില്ലാതെ ഞങ്ങളോട് മിണ്ടാൻ നടന്നവളാ സോനിയ. അവസാനം ഇവനെ കാല് പിടിച്ച് മാപ്പ് പറയാന്ന് പറഞ്ഞിട്ടാ അവളൊന്ന് അടങ്ങിയത്. അങ്ങനെ ഒരു പെണ്ണിന് ഇവന്റെ ജന്മത്തെ തപസ്സിനാ കിട്ടൂ. എന്നിട്ടും കണ്ണീ കണ്ട ഏതോ ഒരു അലവലാതി പെണ്ണിനെ കൊണ്ട്. അയ്യോ പീറ്റർ, അങ്ങനെ പറയരുത്. സുഖമില്ലാത്തൊരു പാവം പെങ്കൊച്ചാത്. അവക്ക് രോഗശാന്തി കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടാ ഇവൻ അവിടം വരെ പോയത് തന്നെ. രോഗശാന്തി കൊടുക്കാൻ ഇവനാര്? വിജയ തമ്പുരാനോ? ചാക്കി കെട്ടി ചുമന്നോണ്ട് നടന്നായിരിക്കും രോഗശാന്തി കൊടുപ്പ്. എന്റെ മോളൊന്ന് ഏസ് മൂളിയാൽ തലയെക്കെട്ടുള്ള തറവാട്ടിപ്പറന്ന് ഒന്നാം തരം ആമ്പിള്ളാര് ക്യൂ ആയിട്ട് നിൽക്കും അവളെ കെട്ടാൻ. എന്നാ പിന്നെ കെട്ടിച്ചു വിട്ടൂടെ? ആര് പറഞ്ഞു വേണ്ടെന്ന്? അതെങ്ങനെ? കെട്ടുന്നെങ്കിൽ നിന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ അവൾ ഒറ്റക്കാരി നിപ്പല്ലേ? അതുകൊണ്ടാ നിന്നെ ഒന്ന് ആനാമ്പളത്തിൽ കുളിപ്പിക്കാൻ ഞങ്ങൾ ഈ സുവിശേഷം മൊത്തം പറയുന്നത്. എന്നെ ഇനി ആരും മാമോദീസ മുക്കണ്ട. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. അല്ലാതെ ഞാൻ ആരെ കാണണം, എന്തൊക്കെ ചെയ്യണമെന്ന് എന്റെ തലയിൽ കയറിയെന്ന് ആരും ഭരിക്കാനൊന്നും കരുതണ്ട. പറ സണ്ണി, എടാ അവിടെ നിൽക്കാൻ. ഒരു ഭാഷയ്ക്ക് കിടത്തി ചാടിയാൽ 100 ഭാഷ പഠിച്ചാലും തിരിച്ച് കയറാൻ പറ്റത്തില്ല. പിന്നെ സണ്ണിച്ചാൻ എന്ത് ചെയ്യണം അച്ഛൻ പറയണേ? അവരെ ഏറാമൂളിയായിട്ട് ഓച്ചാനിച്ചിരിക്കണോ? അയ്യോ അയ്യോ വേണ്ടായേ. ഓച്ചാനിച്ചിരിക്കണ്ടിപ്പോ ഞങ്ങളല്ലേ. പിന്നെ
വല്ലവളമാരുടെ കൂടെ കറങ്ങി നടന്ന് എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ച് അവൾ വല്ല അവിവേകം കാണിച്ചാൽ എടാ 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 പൊന്നും മോനെ, നീ ആനക്കാട് റബ്ബറാച്ചന്റെ തനി കുണം കാണും. വീട്ടേ വാ മോനെ, വരട്ടെ അച്ചോ. ഫോട്ടോ പുണ്യാളച്ച. ഓ അവര് പറയുന്നതിലും കാര്യമുണ്ട്. മോളെ കെട്ടാൻ പോണ പയ്യനെന്നും പറഞ്ഞ് നാട് മുഴുവൻ കൊട്ടിയറിയിച്ചിട്ട് അവൻ വേറൊരു പെണ്ണിനെയും ചാക്കി കെട്ടിക്കൊണ്ട് നടന്നാൽ ആർക്കാ സഹിക്കുക? ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്തല്ലോ. ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്തല്ലോ. അച്ഛനും കൂടി പറഞ്ഞിട്ടല്ലേ ഞാൻ ആദ്യം ആശുപത്രിയിലേക്ക് പോയത്. ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ആശുപത്രിയിലേക്ക് പോകണ്ട. പോവാതിരിക്കാൻ പറ്റില്ല ചോ, ഏതായാലും നനഞ്ഞിറങ്ങി. എടാ ഞാൻ പറയുന്നു കേക്ക്. വേണ്ട സമയത്ത് രക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് മനസ്സിന്റെ സമനില തെറ്റിപ്പോയൊരു പാവം പെണ്ണാവള്. മനഃപൂർവ്വം അല്ലെങ്കിലും എനിക്കുണ്ട് അതിലൊരു പങ്ക്. അവളുടെ രോഗം ഭേദാവുന്നവരെ ഞാൻ അവിടെ പോവുവച്ചോ. അതന്നെ, ഇനി ചിലപ്പോ സണ്ണിച്ചിനെ കണ്ടില്ല അവള് ചാടി കയറി വീണ്ടും കോളിലെത്തും. ഇനിയും കായക്കൊല ചുമക്കാൻ വയ്യ അച്ചോ. കർത്താവേ, ഇങ്ങനെ ഒരു കുരിശിൽ എന്നെ പിടിച്ചിറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആമേൻ. അല്ലേ ഡോക്ടർ, ഈ വട്ടിന് ചികിത്സിക്കുന്നവർക്കൊക്കെ ലേശം വട്ടുണ്ടാവില്ലേ? അത് താൻ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എടോ, ഞാൻ ചിരിച്ച് തന്റെ കാര്യം ആലോചിച്ചിട്ടാ ഇവിടെ വരാൻ വേണ്ടി തന്റെ കാല് പിടിച്ചവനാ ഞാൻ. ഇപ്പൊ ഫാദർ ഗബ്രിയേൽ ഇവിടെ വരണ്ടാന്ന് പറഞ്ഞിട്ട് പോലും താൻ ഇവിടെ വന്നപ്പോ എനിക്ക് സന്തോഷായി. ഐ ആം സോ ഹാപ്പി. അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ഒന്നും ആവണ്ട, എനിക്ക് വട്ടൊന്നും പിടിച്ചിട്ടില്ല. അല്ല സണ്ണി, ഈ മാനസിക രോഗികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വെറുപ്പോടെയാണ് കാണുന്നത്. മനസ്സാക്ഷി ഉള്ളവരൊക്കെ അവരെ മനസ്സിലാക്കാൻ കഴിയും. അഞ്ജലിയുടെ ഇപ്പോഴത്തെ നില വളരെ മോശമാണ്. എന്തു പറ്റി ഡോക്ടർ? കഴിഞ്ഞ കുറെ ദിവസമായി അവൾ ജലപാനം കഴിച്ചിട്ട്. ഇങ്ങനെ പോയാ കുഴപ്പമാ. മോളെ, ഈ പാലെങ്കിലും കുടിക്കേ. വേണ്ട, ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? പൊയ്ക്കോ, എന്റെ അടുത്ത് ആരും വരണ്ട, പൊയ്ക്കോ. ഒന്നും കഴിക്കണില്ല. അത് സണ്ണിച്ചന്റെ കയ്യിലോട്ട് കൊടുത്തേ. ഈ പാല് കുടിക്കേ. വേണ്ട, ഞാൻ കുടിക്കില്ല. എനിക്ക് ചത്താ മതി. എന്നോട് ആർക്കും സ്നേഹമില്ല. എന്നാര് പറഞ്ഞു? സത്യമായിട്ടുണ്ടോ? സത്യമായിട്ടും ഉണ്ട്. എങ്കിൽ എത്രമാത്രം സ്നേഹമുണ്ട്? ഇത്രയും. എന്നാ ഒരുമ്പതാ വേറെന്തെങ്കിലും ചോദിക്കേ? എന്നാ സണ്ണിച്ചനൊരു പാട്ട് പാട്. ഈ പാല് കുടിച്ചാ പാട്ട് പാടാം. ഇങ്ങോട്ടല്ല, നേരെ നേരെ നേരെ. എന്താ മോളെ നീ കാണിച്ചത്? സണ്ണിച്ച, എനിക്കൊരെണ്ണം വാങ്ങിച്ചോ. അയ്യേ, തലേണയല്ലേ? എന്തിനാ മോളെ അതൊക്കെ വെറുതെ? ഒരു തലേണ ചെന്ന് പിടിച്ചോ. വീർപ്പിച്ചതോ? എത്രയായി? 20 രൂപ. സണ്ണിച്ചിനെ കൊണ്ട് വെറുതെ പൈസ കളയിക്കല്ലേ. അതൊന്നും സാരമില്ല. വട്ട് മാറ്റാനെന്ന് പറഞ്ഞിട്ടിപ്പോ ഇയാൾ ഇവിടെ വട്ടം ചുറ്റി നടക്കണല്ലോ. ഓരോരുത്തരുടെ ഭാഗ്യം. വണ്ടി പിടിച്ചിട്ട് കൊണ്ടുപോകാൻ ഒരു തീ, വട്ടം ചുറ്റി പിടിക്കാൻ വേറൊരു തീ. എന്റെ ഭഗവതി, അവന്റെ തലേ വരച്ച കോലുകൊണ്ട് എന്റെ ഊരയിലൊന്ന് വരച്ചാ മതിയായിരുന്നു. നിക്ക്, അവളെങ്ങാനും തിരിഞ്ഞു നോക്കി നമ്മളെ കണ്ടാൽ ഇന്നാള് കിട്ടിയ അനുഭവം ഉണ്ടല്ലോ. അയ്യോ, നീ പറഞ്ഞതൊരു നഗ്ന സത്യമാടാ. അയ്യോ, കണ്ടു. അയ്യോ, അയ്യോ, സ്റ്റക്കപ്പായി. അത് വിളിയോട്. വലിച്ചെടുക്ക്, വലിച്ചെടുക്ക്. എന്തായി കാണിക്കുന്നത്? അഞ്ജലി എന്തായി കളിയുന്നത്? അഞ്ജലി സന്നിധിയെ പറഞ്ഞ് നിർത്താൻ. അറിയണ്ട, അവരും അഞ്ജലിയുടെ കൂട്ടുകാരല്ലേ? അഞ്ജലി, ദേ അവര് പാവങ്ങളാ. ദേ പറഞ്ഞ മാതിരി പിടക്കൊക്കെ തീർന്നല്ലോ. പൊക്കോട്ടെ. നീ വണ്ടിയും കൊണ്ട് വരുന്നോ നോക്കി ആ പൊട്ടൊക്കെ തന്നെ വീട്ടുപടിക്ക് കാത്തു നിൽക്കുക. വേഗച്ചല്ലേ. അല്ല, നിങ്ങൾ വരുന്നില്ല? ഞങ്ങൾക്കൊന്നൊരു പാർട്ടി ഉണ്ട്. ഹോളിഡേ പാർട്ടി. അത് തന്നെ. അടിച്ച് വിറ്റേട്ടങ്ങനെ അങ്ങോട്ട് വന്ന. ഓക്കെ. അല്ല, വരില്ല. അമ്മേ, ഞാൻ പോട്ടെ. ഇനി എപ്പോ വരും? ഉടനെ വരും.
ശരി, വാ മോളെ. എന്റെ മോൻ രക്ഷപ്പെട്ടല്ലോ. അഞ്ജലിക്ക് ഇനി ആരുമില്ല. ദുഷ്ടന്മാർക്ക് അവളെ വിട്ടുകൊടുക്കരുത്. എനിക്ക് എനിക്കിതൊരു പുതിയ അനുഭവമല്ല. ഒരു ഷോക്കിലൂടെ ഉണ്ടായ രോഗം മറ്റൊരു ഷോക്കിലൂടെ മാറിയ കേസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാ അമ്മയുടെ അപകടമരണം നേരിട്ട് കണ്ട ഷോക്ക് അവൾക്ക് ട്രീറ്റ്മെന്റ് ആയി. നൗ ഷീ ഈസ് ക്വൈറ്റ് നോർമൽ. അഞ്ജലിയുടെ അമ്മയുടെ ശവദാഹത്തിന് പോലും അഞ്ജലിയുടെ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടം വന്നില്ല. അയാളാണ് ഏറെ പ്രശ്നക്കാരൻ. ആ മാർവാടിക്ക് ഈ കൊച്ചു പെണ്ണിന് കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കുക എന്നുള്ളതാണല്ലോ അയാളുടെ ഉദ്ദേശം. ഏതായാലും സണ്ണി അഞ്ഞളുടെ മുറിയിലേക്ക് ചെല്ല്. നിന്നെ കാണുന്ന അവൾക്കൊരു ആശ്വാസമായിരിക്കും. അസുഖം മാറിയതുകൊണ്ട് ഇനി എന്നെ കണ്ട മനസ്സിലാകാതെ വരുമോ? അസുഖം വരുന്നതിന് മുമ്പാണല്ലോ അവൾ നിന്റെ അടുത്തേക്ക് ഓടി വന്നത്. സണ്ണിച്ചൻ എവിടെയെന്ന് കുറച്ചു മുമ്പ് അവളെന്നോട് ചോദിച്ചതേ ഉള്ളൂ. എന്നാ ഞാൻ ചെന്നൊന്ന് കാണട്ടെ. ശരി. എന്നെ മനസ്സിലായോ? എന്താ ഈ തലേണം കെട്ടിപ്പിടിച്ച്? എന്റെ അമ്മ അവസാനമായി ഊതി വീർപ്പിച്ചു തന്നതാ. ഇതിനകത്ത് എന്റെ അമ്മയുടെ ശ്വാസമുണ്ട്. ഇനി എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. കരയണ്ട. ഇനി മുതൽ അഞ്ജലി ഈ ഭൂമിയിൽ ഒറ്റയ്ക്കല്ല. നിനക്ക് ഞാനുണ്ട്. എന്താ എല്ലാവരും കൂടി? ഓ, ഡോക്ടർക്ക് മനസ്സിലായില്ലേ? ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അഞ്ജലിയുടെ അച്ഛനാ ഞാൻ. ഇതവളുടെ ഭർത്താവ്. അവളുടെ അസുഖം ഭേദമായല്ലോ, ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാമെന്നാ ഞങ്ങള്. അസുഖം ഭേദമായെന്നുള്ളത് സത്യമാ. അതുകൊണ്ട് തന്നെയാണ് അവള് പറഞ്ഞ വാക്ക് വിശ്വസിച്ചതും. അവള് പറഞ്ഞത് ഇങ്ങനൊരു അച്ഛൻ അവൾക്ക് ഇല്ലെന്നാണ്. അവള് വിവാഹമേ കഴിച്ചിട്ടില്ലെന്നും. ഞാൻ എന്താ ചെയ്യേണ്ടത്? സബാഷ്. ഇവർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ നേരിട്ട് മനസ്സിലായി. താൻ ഇവിടെ ആശുപത്രി നിർത്തുന്നത് ചെറുപ്പക്കാർക്ക് വേണ്ടി പിമ്പ് പണിച്ചാണല്ലേ? സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ സൂക്ഷിക്കണം? സ്വന്തം അച്ഛനും ഭർത്താവും കൂടി വന്നിട്ട് അവളെ വിടില്ലെന്ന പറയാൻ താനാരാ? എല്ലാം അടിച്ചു പൊൽക്കടാ. അവന്റെ ഒരു ആശുപത്രി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇത് ഗുണ്ടകൾക്ക് ഓടയാനുള്ള സ്ഥലമല്ല, ആശുപത്രിയാണ്. ഇറങ്ങിപ്പോവാൻ. ഇന്ന് അവളെ ഞാൻ കൊണ്ടുപോകും. പിടിച്ചേക്ക് കൊണ്ടുപോകാം അവളെ. കൊള്ളാം. നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? വേണ്ട, നീ അടിക്കണ്ട. എങ്കിൽ നീ അടിക്കടാ. അന്ന് നീയല്ലേ എന്നെ കൊല്ലാൻ വേണ്ടി ഇവന് വണ്ടി കൊടുത്തു വിട്ടത്? നീയൊക്കെ കൂടിയല്ലടാ പാവം സ്ത്രീയെ കൊന്നത്. കൊല്ലുമടാ. ആർ ജീവിച്ചിരിക്കണ്ടെന്ന് തോന്നിയാലും അവരെ ഞാൻ കൊല്ലും. നിന്നെയും കൊല്ലും. കൊല്ലുമടാ പറ്റി. രത്തൻഭായ്, കുറെ ഗുണ്ടകളെ കൂടി ഇയാളിവിടെ വന്ന് ബഹളം ഉണ്ടാക്കുക. ഇൻസ്പെക്ടർ, പ്ലീസ് ഹെൽപ്പ് മീ. ബഹളം ഉണ്ടാക്കുകയല്ല. ഇയാൾ എന്റെ ഭാര്യ വിട്ടു തരുന്നില്ല. ഇവനും ഇയാളും കൂടിയുള്ള ഒത്തുകളിയാണിത്. ഇല്ല സാർ, അതൊരു കൊച്ചു പെൺകുട്ടിയാ. ഇയാളുടെ കാശിന്റെ ബലം കൊണ്ട് അവളെ നശിപ്പിക്കാനുള്ള ചതിയാണത്. ഇയാൾ അവളുടെ ഭർത്താവല്ല. ആണെന്ന് അവളുടെ അച്ഛൻ പറയട്ടെ. നിങ്ങളാണോ കുട്ടിയുടെ അച്ഛൻ? അതെ സാറേ, ഈ ഡോക്ടർക്കും അവനും ഭ്രാന്താ. എന്റെ മോളുടെ ഭർത്താവ് ഇദ്ദേഹം. ഇയാൾ ആ കുട്ടിയുടെ അച്ഛനിൽ നിന്നും അമ്മയ്ക്കും മോൾക്കും ഇയാൾ ശത്രുവാണെന്നും ജാനകി നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാർ. മിസ്റ്റർ സണ്ണിയുടെ ആരേ കുട്ടി? അങ്ങനെ ചോദിച്ച ആരുമല്ല അല്ലേ? എനിക്ക് ആ കുട്ടിയെ രക്ഷിച്ചേ പറ്റൂ. എന്റെ ഭാര്യ രക്ഷിക്കാൻ ഇവനാരാ? ഭാര്യയാണെന്നുള്ളതിന് രേഖയുണ്ടോ? രേഖ? ആ രേഖ ഉണ്ട്. ഇല്ല, ഇത് കള്ളമാണ്. അത് പറയാൻ നീ ആരാ? ഇത് മാനസിക രോഗികളുടെ ആശുപത്രിയാണ്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. നിങ്ങൾ രണ്ടുപേരും പറയുന്ന മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. രത്തമ്പായുടെ കയ്യിലെ രേഖയുമായി നാളെ സ്റ്റേഷനിലേക്ക് വരും. എന്റെ ഭാര്യ കൊണ്ടുപോകാൻ എന്തിനു സ്റ്റേഷനിൽ വരണം? ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാതെ പറയുന്നത് കേൾക്ക്. നാളെ തീരുമാനിക്കാം. ഞാനല്ലേ പറയുന്നത്. കാണാം.
പിന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായ സ്ഥിതിക്ക് ആ കുട്ടിയുടെ ഡോക്ടർ നാളെ സ്റ്റേഷനിൽ ഒന്ന് വരേണ്ടി വരും. അതുവരെ അഞ്ജലി മിസ്സിംഗ് ആവുന്നത് സൂക്ഷിക്കണം. നൗ യു ആർ ദ ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഡോക്ടർ എന്നെ സഹായിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളരേഖ ഉണ്ടാക്കി അവൻ അവളെ ചതിക്കും. ഞാൻ എന്ത് ചെയ്യാനാ സണ്ണി? ഇൻസ്പെക്ടർ പറഞ്ഞു കേട്ടില്ലേ, അവളെ കാത്തു സൂക്ഷിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്കാണെന്ന്. അപ്പൊ ഡോക്ടർ അവളെ രക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞതോ? ഓ, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് ഞാൻ അരവട്ടനാന്നാ. നീ എന്നെ മുഴുവട്ടനാക്കരുത്. നീ സ്ഥലം വിട്ടോ പ്ലീസ്.